രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് മാറ്റം വൈകി ഉദിച്ച വിവേകമായി കാണുന്നവരുണ്ടാകും. എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും വൈകിയെന്ന് പറയാനാകില്ല. അതായത് നേരത്തെ ലീഗിന് വിവേകമുണ്ട് എന്നുള്ള ഒരു ഔദാര്യം കൂടി ജന്മഭൂമി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. You don't look 72. Only 72. You look much younger. അമ്പോ, This one you are not remembering us. Only you will get a letter as it is coming from office, not from you. What? അങ്ങനെ മണിയടിച്ചു. എന്താണെന്നറിയോ മണിയടിച്ചതിൻ്റെ അർത്ഥം? നിങ്ങളെ വർത്താനൊക്കെ നിർത്തിക്കോ, ഇരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. മോദി സർക്കാരിനെതിരെ ഈ പള്ളി പൊളിക്കലും ഗ്യാൻവാബി കയ്യേറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഞ്ഞടിക്കാൻ വന്ന വഹാബ് സാഹിബിന് പ്രായത്തെക്കുറിച്ച് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. When Modi ji about this one and he should think of tomorrow, everybody including me. ചുരുക്കത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അടുത്ത ഭാരതരത്നത്തിന് നിർദ്ദേശിക്കുക പോലും വേണ്ട. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുമ്പോൾ മുസ്ലിം ലീഗിന് വെച്ചടി കയറ്റമാണ്. ലോകത്തിലെല്ലാവരും ലീഗിനെ അങ്ങ് സ്നേഹിക്കുകയാണ്. ലീഗിൻ്റെ നിലവിലെ അവസ്ഥ, ബാബറി മസ്ജിദ് തകർത്ത് ഏറ്റവും അവസാനം അവിടെ രാമക്ഷേത്രം പണിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലീഗ് കാണുന്ന കാഴ്ച, ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ അടയാളമായി രാമക്ഷേത്രത്തെ വാഴ്ത്തുകയാണ് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളങ്ങനെ പറയേണ്ട താമസം ഉടനെ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മൂപ്പരെ അങ്ങ് അഭിനന്ദിച്ചു. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ മോദിജിൻ്റെ പാർട്ടിയിലെ ആ പാർട്ടിൻ്റെ പത്രമില്ലേ ജന്മഭൂമി അങ്ങ് അഭിനന്ദിച്ചു. പോരെ പൂരം, ആരഭിനന്ദിക്കണം, പിന്നെന്ത് വേണം? രാജ്യത്താകെ ഇപ്പം ലീഗിൻ്റെ ചില നേതാക്കളൊക്കെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ പോയിട്ട് അങ്ങ് ലീഗിൻ്റെ യശസ് വാനോളം ഉയർത്തുകയാണ്. ഇന്നലെ തന്നെ രാജ്യസഭയിൽ നമ്മുടെ അബ്ദുൽ വഹാബിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, ലീഗിൻ്റെ MP. അവിടെ ബ്രിട്ടാസും റഹീമും മറ്റു ആളുകളൊക്കെ രാജ്യസഭയിൽ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് NK പ്രേമേന്ദ്രനെ പോലുള്ള അവരുടെ ആഞ്ഞടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെ ഒരു നേതാവ് ആഞ്ഞടിക്കാൻ പോകുക എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ തന്നെ ആജന്മ ലക്ഷ്യമാണ്. പ്രത്യേകിച്ചും രാമക്ഷേത്രമൊക്കെ പണിത് നിൽക്കുന്ന ഘട്ടത്തിൽ BJPക്കെതിരെ ആഞ്ഞടിക്കുക. നമുക്കറിയില്ലേ, അവിടെ മോദീനെ ഓടിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി പോയ ഒരു കാര്യം അടുത്ത കാലത്താണ് കണ്ടത്. വഹാബ് ഈ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പം രാജ്യത്തെങ്ങുമുള്ള, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ലീഗുകാർ, ലീഗ് സൈബർ പോരാളികൾ, വി.ഡി. സതീശനെ പോലുള്ള അവരുടെ അഭ്യുദയകാംക്ഷികളൊക്കെ ഉറ്റുനോക്കുകയായിരുന്നു. വഹാബിത ഇപ്പം ആഞ്ഞടിക്കും എന്ന് പറഞ്ഞിട്ട്. Last 10 years, a lot of promises started from Notbandi or whatever it is. A lot of promises were there. But one thing I am 100% sure, Modi ji has given us Ram Mandir and Pran Pratishtha. രാം മന്ദിർ നൽകി ലീഗിനെ പോലും സന്തോഷിപ്പിച്ച മോദിജിയാണ്. കുറച്ചൊരു സാറ്ററിക്കലായിട്ടൊക്കെ പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് സീരിയസ് ആവുന്ന മട്ടാണ്. മോദിജിയെ അഭിനന്ദിച്ച് വന്നപ്പോഴേ അത് സീരിയസ് ആവുന്ന മട്ടാണ് കാണുന്നത്. നിങ്ങൾ രാം മന്ദിരമൊക്കെ ഉണ്ടാക്കിക്കോ, വേറെ റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്, ബാക്കി പള്ളിയൊന്നും പൊളിക്കാണ്ട് വിടുമോ, ഞങ്ങൾ പാവല്ലേ എന്ന ആംഗിളായിപ്പോയി. I am just requesting, leave the Gawaspi Masjid and other Masjid and then all. They are giving us the Islamic country it is. They are, according to Islam, lakum deenukum waliya deen. That is in Quran. Your religion, it is respected for you, and our religion is respected for us. So considering that one, tolerance, and don't go beyond and survey, and you will be getting so many things underneath. വഹാബ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇതെല്ലാം നാളത്തെ ഇന്ത്യയെ മുന്നിൽ കണ്ടുകൊണ്ട് മോദിജിയും കൂട്ടരും BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് വഹാബിൻ്റെ വഴി തന്നെയാണ് ശരി. അങ്ങനെ ആഞ്ഞടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. കാരണം അവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് വഹാബ് നാളത്തെക്കുറിച്ചുള്ള മോദിയുടെ സ്വപ്നങ്ങളിലേക്ക് എന്നെ കൂടി പങ്കാളിയാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയിലേക്ക് കടന്നു. When Modi ji about this one and he should think of tomorrow, everybody including me. I may not be there, I am already 72. You don't look 72. Only 72. You look much younger. അമ്പോ, എന്നെക്കുറിച്ചാണോ ഇത്ര എങ്ങാണെന്ന് പറയുന്നത്? വഹാബിന് അത് കേട്ടിട്ട് നിൽക്കാൻ പറ്റിയില്ല. രാമക്ഷേത്രവും മസ്ജിദും മന്ദിറും ആഞ്ഞടിയും ഒക്കെ മാറ്റി വെച്ചു. പിന്നെ തൻ്റെ യൗവനത്തെക്കുറിച്ചുള്ള വാചാലതയായി വഹാബിന്. ജഗ്ദീപ് ധൻകർ വൈസ് ചെയർമാനല്ലേ രാജ്യസഭയിലെ, മൂപ്പരണങ്ങനെ കയറ്റി കൊടുത്തു. നിങ്ങൾ യങ്ങാണ്, നിങ്ങൾ യുവത്വത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെ അങ്ങ് വെച്ച് കാച്ചി. You can believe, and I will, according to your record, 73. ഷേ, According to you are sending me what you call some birthday automatic greetings will come now. I wish my birthday will be coming during the session so that I can stand up and you will tell few words. രാജ്യത്തെങ്ങുള്ള ലീഗുകാർ വഹാബിൻ്റെ ആഞ്ഞടി ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഏത് മന്ദിർ മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്യാൻവാബി എന്നൊക്കെ പറഞ്ഞ് BJPക്കെതിരെ ആഞ്ഞടിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യാൻ വേണ്ടി.
വഹാബ് സാഹിബേ ഈ പ്രായത്തിൻ്റെ കാര്യം കേട്ടതോടുകൂടി അതൊക്കെ മറന്നു. ആ മന്ദിറിനെ കുറിച്ചുള്ള പേപ്പർ, മസ്ജിദിനെ കുറിച്ചുള്ള പേപ്പർ, മോഡിക്കെതിരായ പേപ്പർ എല്ലാം അങ്ങ് മാറ്റി വെച്ചു. എല്ലപ്പാ എൻ്റെ പ്രായം അത്ര കുറവാണോ? അതിനെ അങ്ങ് പുളകിത ഗാത്രനായി വഹാബ് രാജ്യസഭയിൽ ഇളകി ഇരുന്നു. Those we are unlucky people, those born out. This one you are not remembering us. Only we will get a letter as it is coming. So it is not from you. What? അങ്ങനെ മണിയടിച്ചു. എന്താണെന്നറിയോ മണിയടിച്ചതിൻ്റെ അർത്ഥം? നിങ്ങളെ വർത്താനൊക്കെ നിർത്തിക്കോ, ഇരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം. മോദി സർക്കാരിനെതിരെ ഈ പള്ളി പൊളിക്കലും ഗ്യാൻവാബി കയ്യേറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ആഞ്ഞടിക്കാൻ വന്ന വഹാബ് സാഹിബിന് പ്രായത്തെക്കുറിച്ച് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അപ്പം അത് കഴിഞ്ഞ് വൈസ് ചെയർമാൻ പറഞ്ഞു സമയമൊക്കെ കഴിഞ്ഞ് എങ്ങനെ ആടെ ഇരുന്നോന്ന് പറഞ്ഞു. അപ്പം ഇനി ഞാൻ ഇതൊക്കെ എങ്ങനെ ഇവിടെ പറയും എന്നുള്ള ആശങ്കയായി വഹാബ് സാഹിബിന്. 5 minutes. I am just starting only. It's over 5 minutes. You got so carried away, you forgot the time. ഇനി ബാക്കിയിലെ പേപ്പറൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് പ്രസംഗിച്ചാൽ മതി, കണ്ണാടി നോക്കി പ്രസംഗിച്ചാൽ മതിയല്ലോ, നാട്ടുകാർക്ക് ഇതൊന്നും കേൾക്കണ്ടല്ലോ. അതുകൊണ്ട് ലീഗുകാരും ആ പ്രസംഗം ഷൂട്ട് ചെയ്തിട്ട് സൈബർ പോരാളികൾ ഷെയർ ചെയ്താൽ മതി എന്നുള്ളതാണ് മൊത്തത്തിലുള്ളൊരു ധാരണ. അതുകൊണ്ട് സമയം കഴിഞ്ഞു ചങ്ങായി ഇരിക്കുന്നായി ജഗ്ദീപ് ധൻകർ. Give me. Normally I am not asking. 30 seconds. Normally I am just sitting, but this time give me 2 minutes as 30 seconds. Everybody. എന്നാലും എൻ്റെ ചെയറേ, മൂപ്പർ ഇത് എന്തെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. അതിനിടയിൽ നിങ്ങൾ ആ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വഹാബിനെ ആകെ കഴിച്ചലാക്കി കളഞ്ഞല്ലോ. 5 minutes. I am just starting only. ഇനി എന്ത് ചെയ്യും? ഈ ധാർമ്മിക രോഷമൊക്കെ എങ്ങനെ പുറത്തിടും? അതുകൊണ്ട് എന്തെങ്കിലും ഒരു വരി, അവസാനത്തെ ഒരു വരിയെങ്കിലും പറയാൻ സമ്മതിക്കണം. മൂപ്പരെ എഴുതി കൊണ്ടുവന്നിട്ടേ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചതുപോലെങ്കിലും ഒരു വരിയെങ്കിലും വായിക്കാൻ വിടറേ. Let me read the last line, just like our Arif Muhammad Khan read in our assembly. This one, I am not taking all this one. Tomorrow our chief minister is coming. വഹാബിൻ്റെ ഈ അവസ്ഥ തന്നെയാണ് രാജ്യത്ത് ലീഗിൻ്റെ അവസ്ഥ. എവിടെ പോയാലും തങ്ങളുടെ ധാർമ്മിക രോഷം മുഴുവൻ അടക്കി നിർത്താനാണ് വിധി. ഇനി പറയണമെങ്കിലോ 100 നൂലാമാലകളാണ്. അവിടെ പറഞ്ഞാൽ ഇവിടെ പ്രശ്നം, ഇവിടെ പറഞ്ഞാൽ ഇവിടെ പ്രശ്നം. കൃത്യമായ നിലപാട് പറയുമ്പം പല പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് നിലപാട് പറയാൻ പറ്റുന്നില്ല. ഇത് ലീഗിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രതിസന്ധിയാണ്. നമ്മൾ കണ്ടില്ലേ ഏറ്റവും അവസാനം സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞത്. അവിടെ നോക്കുമ്പോഴോ UDF ഇത് ഭൂരിപക്ഷ വികാരം മാനിക്കണം എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ ഒരു സൈഡിൽ വരും, മറ്റു കുറേ ആളുകൾ വേറെ സൈഡിൽ വരും. അതുകൊണ്ട് ആകപ്പാടെ അലങ്കോലായിരിക്കുകയാണ് ലീഗുകാർ. ഇനി നാട്ടുകാർ മുമ്പിൽ എങ്ങനെ നോക്കും എന്നുള്ള പ്രശ്നം വേറെയുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ പാർട്ടി ഉത്തരോത്തരം മെച്ചപ്പെട്ട അവസ്ഥയിലെത്തുകയാണ്. VD സതീശൻ മുതൽ BJP വരെ അഭിനന്ദിക്കുന്ന അവസ്ഥയിലാണ്. ജന്മഭൂമിയാണ് ഏറ്റവും അവസാനം അഭിനന്ദിച്ചത്. അതിന് പരം വേറെ എന്ത് വേണം? കാരണം സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ രാമക്ഷേത്രം എന്ന പ്രസ്താവന പ്രത്യേകിച്ചും പഴയതെല്ലാം വിട്ടേക്കൂ, അതെല്ലാം മായ്ച്ചു കളഞ്ഞേക്കൂ എന്നൊക്കെ പറഞ്ഞ മൂപ്പയുടെ പ്രസ്താവന പിന്നീടെന്താ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുവരും. പക്ഷേ ആ പ്രസ്താവനയെ BJP അഭിനന്ദിക്കുകയാണ്. അവരുടെ ജന്മഭൂമി പത്രം ഇന്നൊരു പായ പേപ്പറാണ് ലീഗിന് മാറ്റിവെച്ചിരിക്കുന്നത്. വേറെ ആരങ്ങനെ ചെയ്യും? ലീഗുകാർക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കൊന്നും സ്നേഹമില്ലാത്തതുകൊണ്ട് ലീഗിനെ കുറ്റം പറയുന്നില്ല. ലീഗുകാർക്ക് BJPയുടെ ജന്മഭൂമിയുടെയൊക്കെ സ്നേഹത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നോക്കിക്കോ, ജന്മഭൂമി എന്തുമാത്രം സ്നേഹത്തിലാണ് അവരോട് പെരുമാറുന്നത്. നമുക്ക് ആ മുഖപ്രസംഗം, ഇന്ന് ജന്മഭൂമി എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങൾ വായിച്ച് കേട്ടാൽ മനസ്സിലാവും എന്തിനാണ് ലീഗിനെ കുറ്റം പറയുന്നതെന്ന്. ഞാൻ അത് വായിച്ച് കേൾപ്പിക്കട്ടാ. ഒരു ഭാഗമാണ് ഭാരതത്തിൻ്റെ മുഴുവൻ അഭിമാനമായി അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ രാമക്ഷേത്രത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഒരേ സമയം സ്വാഗതാർഹവും കൗതുകകരവുമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആവശ്യമാണെന്നും ബഹുസ്വര സമൂഹത്തിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും ലീഗിലെ അവസാന വാക്കായി കരുതപ്പെടുന്ന അതിൻ്റെ പരമോന്നത നേതാവ് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അയോധ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നും കോടതി വിധി അനുസരിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നും ലീഗിൻ്റെ അധ്യക്ഷൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും പുതുമ ഉണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തെ അനുകൂലിക്കുന്നതായി വ്യക്തിപരമായ സംഭാഷണത്തിൽ ലീഗിൻ്റെ ചില നേതാക്കൾ മുൻകാലത്ത് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ നിലപാട് പരസ്യമായി പറയാൻ അവരാരും തയ്യാറായിരുന്നില്ല. അയോധ്യ പ്രക്ഷോഭത്തെയും രാമക്ഷേത്രത്തെയും രാഷ്ട്രീയമായ കാരണങ്ങളാലും വർഗീയ പ്രീണനത്തിൻ്റെ ഫലമായും എതിർത്തു പോന്നവർക്കൊപ്പം നിൽക്കുകയാണ് ലീഗ് നേതൃത്വം ചെയ്തിട്ടുള്ളത്. അയോധ്യയിൽ വൈദേശിക അടിമത്വത്തിൻ്റെ കളങ്കം പേറി നിൽക്കുന്ന തർക്കമന്ദിരം മസ്ജിദായി ചിത്രീകരിച്ച് അത് മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു നടക്കുന്നവർക്കൊപ്പം ഒരു പാർട്ടി എന്ന നിലയിൽ ലീഗ് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലീഗിൻ്റെ പുതിയ നിലപാടിനെ ഭാവാത്മകമായി കാണുന്നത്. രാമക്ഷേത്രത്തോടുള്ള മുസ്ലിം ലീഗിൻ്റെ നിലപാട് മാറ്റം വൈകി ഉദിച്ച വിവേകമായി കാണുന്നവരുണ്ടാകും. എന്നാൽ നല്ല കാര്യങ്ങൾ എപ്പോൾ ചെയ്താലും വൈകിയെന്ന് പറയാനാകില്ല. അതായത് നേരത്തെ ലീഗിന് വിവേകമുണ്ട് എന്നുള്ള ഒരു ഔദാര്യം കൂടി ജന്മഭൂമി കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.
സംസ്ഥാനത്ത് മുസ്ലിങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. മതവിശ്വാസികളായ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിനിധീകരിക്കുന്നത് മുസ്ലിം ലീഗാണ്. രാഷ്ട്രീയത്തിലും ഭരണത്തിലും അവർ പ്രബല ശക്തിയുമാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കരുത്തുപോലും ലീഗാണ്. സമുദായത്തിലും രാഷ്ട്രീയത്തിലും ഉള്ള ലീഗിൻ്റെ ഈ സ്ഥാനം പിടിച്ചെടുക്കാനാണ് മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില സംഘടനകൾ നോക്കുന്നത്. ഇക്കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ലീഗിന് ആശങ്കയുള്ളതായും തോന്നിയിട്ടുണ്ട്. ഇവരോട് മത്സരിക്കേണ്ട സ്ഥിതിയുമുണ്ട്. അതൊക്കെ എന്തുതന്നെയായിരുന്നാലും അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഗുണപരമായ ചില മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. രാമക്ഷേത്രം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും തർക്കമന്ദിരം മസ്ജിദിനായി കരുതുന്നുവെങ്കിൽ അത് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണെന്നും അയോധ്യ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ തുടക്കം മുതൽ പറയുന്നതാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്തയും ഇത് തന്നെയായിരുന്നല്ലോ. മുസ്ലിം ലീഗിനെ പോലെ ഒരു കക്ഷി ഈ നിലപാടിലേക്ക് എത്തിച്ചേർന്നതിൽ രാഷ്ട്രീയ സമ്മർദ്ദം കണ്ടേക്കാമെങ്കിലും ഇന്നത്തെ നിലയ്ക്ക് അത് ശരിയായ നിലപാടാണ്. അന്ധമായ ഹിന്ദു വിരോധം കൊണ്ടു നടക്കുന്നവരെ ലീഗിൻ്റെ നിലപാട് വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കും എന്ന് കരുതാം. ചുരുക്കത്തിൽ ഇതാണ് അവർ പറഞ്ഞു വരുന്നത്. പിന്നെ അവരുടെ ബി ജെ പിയുടെ നിലപാടുകൾ അങ്ങ് കൊണ്ടുപോകണം. മൊത്തത്തിൽ ഒരു ദിവസത്തെ ജന്മഭൂമിയുടെ മുഖപ്രസംഗം ലീഗിനെ പ്രശംസിക്കാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് ഗംഭീര സംഭവമാണ്. ലീഗ് ഉത്തരോത്തരം വളരുകയാണ് എന്ന് കാണുന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ചുരുക്കത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അടുത്ത ഭാരതരത്നത്തിന് നിർദ്ദേശിക്കുക പോലും വേണ്ട. അദ്ദേഹത്തെ ഇതുപോലെ പോയാൽ ഭാരതരത്നം നൽകുന്ന അതിന് അർഹമായ ഒരാളായി ബി ജെ പി തന്നെ കരുതുകയും അദ്ദേഹത്തെ അതിന് ആ അവാർഡ് നൽകുകയും ചെയ്യും എന്നാണ് നമുക്ക് മൊത്തത്തിൽ തോന്നുന്നത്. ആകപ്പാടെ കേരളത്തിൽ ലീഗിൻ്റെ സ്ഥിതി ഇനി മറ്റൊരു പാർട്ടിക്ക് മുകളിലാണ്. നേരിട്ട് മോദിജിയുമായി ബി ജെ പിയുമായി നേരിട്ടുള്ള ഇടപാടുകളാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും വി ഡി സതീശനെ പോലുള്ള ആളുകൾ ഗംഭീരമായി എന്ന് അഭിനന്ദിക്കുമ്പോൾ തന്നെ മറ്റൊരു തലത്തിലുള്ള പുതിയ ബന്ധത്തിന് തുടക്കമാകുമോ എന്നുള്ളതാണ് ആളുകളുടെ പരിഹാസം പല നിലയിൽ നിന്നും വരുന്നത്. എന്തായാലും ഇനി രാജ്യസഭയിൽ പോകുമ്പോൾ ലീഗിൻ്റെ നേതാക്കൾ സ്വന്തം പ്രായത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക. തർക്കം, മസ്ജിദ്, മന്ദിർ ഇമാതിരി പരിപാടികളൊന്നും ഇനി ആലോചിക്കുകയേ പാടില്ല. അവർക്ക് ഇത്തരം കാര്യങ്ങൾ വിചാരിച്ച് മുന്നോട്ട് പോവുക. കേരളത്തിലുള്ള ആളുകൾ ഇന്ത്യയുടെ മതേതര ത്തിൻ്റെ പ്രതീകമായി അവർ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം പോലെയുള്ള മറ്റ് ക്ഷേത്രങ്ങൾ ഇതൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ അവർക്ക് ഉത്തരോത്തരം ഉയർന്ന നിലയിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. എന്തായാലും ലീഗിന് നല്ലതും മാത്രം വരട്ടെ.